ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്. ഇന്നൊരു മന്തിയുടെ റെസിപ്പിയാണ്. ഈ മന്തിക്കൊരു പ്രത്യേകത ഉണ്ട്. വേറെ ഒന്നുമല്ല, ചിക്കനും ബീഫും ഒന്നും ആഡ് ചെയ്യാതെയാണ് ഈ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. സൺഫ്ലവർ ഒഴിച്ചിട്ട് സവാളയും ഒരു 2 മീഡിയം സൈസ് സവാളയും പിന്നെ ക്യാപ്സിക്കം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാലും ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇന്ന് നൈറ്റൊക്കെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അൽഫാം മന്തി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ജ്യൂസ് അടിച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ മന്തിക്ക് നല്ലൊരു ടേസ്റ്റും വരും, ഒരു പ്രത്യേക സ്മെല്ലൊക്കെ കിട്ടാൻ തുടങ്ങുമല്ലേ. പക്ഷേ ഓവറാക്കി അതിൻ്റെ ടേസ്റ്റ് മാറുകയും ചെയ്യും കേട്ടോ. ഇനി അതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെപ്പോഴും ചേർക്കുന്ന പോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ പൊടിക്കാത്ത കുരുമുളക് കുറച്ച്, മാഗി ക്യൂബ്, മന്തി മസാല, ഇതൊക്കെ തന്നെയാണ് ഞാനും കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നേരത്തെ മറന്നു പോയതാണ്. പിന്നെ മല്ലിയില, ഗരം മസാല, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ട അരി ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് അതവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ബീഫോ ചിക്കനോ ചേർക്കാത്തതുകൊണ്ട് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതി വെച്ചിട്ട് റേഷൻ അരി കൊണ്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട്. ഇനി ഇതിലേക്ക് അരിയുടെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേന് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു ഉപ്പിൻ്റെ കുറവുണ്ടാകും, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം. പിന്നെ റൈസൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം ദമ്മിൽ കിടക്കട്ടെ. അപ്പോൾ അതവിടെ ദമ്മിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മയോണൈസും എല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അൽഫാം പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.